ഓക്കെ, ഇപ്പൊ സ്ക്രീൻ കാണുന്നുണ്ട്. കം അഹൻ ലക്. ഒരു ചോദ്യം എങ്ങനെയാണ്? കം അഹൻ ലക്, കം അലമൻ ഇൻഡക്, കം സയ്യാറത്തൻ ഫിൽ ജാമിയത്തി. ഇതേപോലെ ഇതേ രീതിയിൽ ചോദ്യം ഉണ്ടാക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ചോദിക്കാം കം കം ദഫ്തറൻ ഇൻഡക്, കം കലമൻ ഇൻഡക്. എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അത് ഉപയോഗിക്കത്തക്ക, അത് ശരിയാകത്തക്ക രീതിയിൽ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. കം റിയാലൻ ഇൻഡക്, കം റൂബിയത്തൻ ഇൻഡക്. എത്ര രൂപയുണ്ട്? റൂബിയത്തുൻ, റൂബിയത്തൻ, കം റൂബിയത്തൻ ഇൻഡക്. നിന്റെ അടുക്കൽ എത്ര രൂപയുണ്ട്? കം അഹൻ ലക്, കം അഹൻ ലക്. അപ്പൊ ലക്കയ്ക്ക് അനുയോജ്യമായി വരുന്ന എന്ത് വേണമെങ്കിലും പറയാം. കം അമ്മൻ ലക് ചോദിക്കാം. കം ഫി ഹാദശാരി, കം മസ്ജിദൻ ഫി ഹാദശാരി. ഒരു സ്ട്രീറ്റിൽ ഒന്നിലധികം മസ്ജിദ് വരാൻ സാധ്യത കുറവാണ്. അപ്പോ കം മസ്ജിദ്, കം ഫുന്ദുഖൻ ഫി ഹാദശാരി. ഇതിൽ ഈ സ്ട്രീറ്റിൽ എത്ര ഹോട്ടലുകളുണ്ട്? കം മസ്ജിദൻ ഫി ഖറിയത്തിക, കം മസ്ജിദൻ ഫി ഖറിയത്തിക. നിന്റെ വില്ലേജിൽ എത്ര പള്ളിയുണ്ട്? അല്ലെങ്കിൽ കം തബീബൻ ഫി ഖറിയത്തിക, കം തബീബൻ. നിന്റെ വില്ലേജിൽ എത്ര ഡോക്ടേഴ്സ് ഉണ്ട്? കം താലിബൻ ഫി ഫസ്ലിക. അടുത്ത ഹംസ. കം താലിബൻ ഫി ഫസ്ലിക്കും. നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? കം താലിബൻ ഫി ഫസ്ലിക്കും. സിത്ത. കം യൗമൻ ഫി സനത്തി, അല്ലെങ്കിൽ കം ഈദൻ ഫി സനത്തി. വർഷത്തിൽ എത്ര ആഘോഷങ്ങളുണ്ട്? കം യൗമൻ ഫി സനത്തി. വർഷത്തിൽ എത്ര ദിവസങ്ങളുണ്ട്? സബഅ. കം അജ്ലതൻ, കം അജ്ലതൻ ലിദ്ദറാജത്തി. സൈക്കിളിന് എത്ര ടയറുകളുണ്ട്? ദൂലാബുൻ എന്നും പറയാൻ കേട്ടോ, ദൂലാബുൻ, ദൂലാബുൻ ടയർ. അജിലത്തിന് എന്നാണ് ആധുനിക മോഡേൺ ഇതിൽ ഉപയോഗിക്കുന്നത്. ദൂലാബ് എന്ന് പറഞ്ഞാലും ടയറുകൾ തന്നെ. കം നാഫിദത്തൻ ഫി ഖുർഫത്തിക, കം നാഫിദത്തൻ ഫി ഖുർഫത്തിക. നിന്റെ റൂമിൽ എത്ര നാഫിദത്തൻ, എത്ര വിൻഡോസ് ഉണ്ട്? അടുത്തത് ഹവ്വിലിൽ മുബ്തദ ഫി കുല്ലി മിനൽ ജുമലിൽ ആതിയത്തി ഇല മുസന്ന. ഹവ്വിലിൽ മുബ്തദ ഫി കുല്ലി മിനൽ ജുമലിൽ ആതിയ ഇല മുസന്ന. ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസിലെ പ്രഥമ പദം ഹവ്വിൽ മുബ്തദ ഫി കുല്ലി മിനൽ ജുമലിൽ ആതിയത്തി. എല്ലാ വാക്യത്തിലെയും പ്രഥമ പദം എന്ത് ചെയ്യുക? അതിലെ ദ്വിവചനമാക്കി മാറ്റുക. മിസാൽ, ഉദാഹരണം, ഹാസ കിതാബുൻ. ഇതൊരു പുസ്തകമാണ്. എന്ത് ചെയ്യണം? അതിനെ ഹാസാനി കിതാബാനി ആക്കി മാറ്റണം. ഹാസ കലമുൻ, ഹാസാനി കലമാനി. സിമ്പിൾ ആണ്. ഹാദിഹി മിസ്തറത്തുൻ, ഹാതാനി മിസ്തറത്താനി. അതേപോലെ സലാസ, ഹാസ താലിബുൻ, ഹാസാനി താലിബാനി. അർബഅ, ഹാദിഹി താലിബത്തുൻ, ഹാതാനി താലിബത്താനി. ഹാസർ റജുലു മുദർരിസുൻ, ഹാസർ റജുലു മുദർരിസുൻ. ഹാദാനി റജുലാനി മുദർരിസാനി, ഹാദാനി റജുലാനി മുദർരിസാനി. ഹാദ താലിബു മിനൽ ഹിന്ദി, ഹാദാനി താലിബാനി മിനൽ ഹിന്ദി. ഹാദിഹി സ്സാഅത്തു മിനൽ യാബാനി, ഹാദിഹി സ്സാഅത്തു മിനൽ യാബാനി. അപ്പോൾ ഹാദിഹിലെ ദ്വിവചനം ഹാത്താനി, ഹാത്താനി സ്സാഅത്താനി മിനൽ യാബാനി. ഈ രണ്ട് വാച്ചുകളും മിനൽ യാബാനി ജപ്പാനിൽ നിന്നുള്ളതാണ്.
ഹാദിഹി സയ്യാറത്തു ലിൽ മുദീരി, ഹാത്താനി സയ്യാറത്താനി ലിൽ മുദീരി, ലിമൻ ഹാദൽ മിഫ്താഹു, ലിമൻ ഹാദാനിൽ മിഫ്താഹാനി, ലിമൻ ഹാദാനിൽ മിഫ്താഹാനി, ലിമൻ ഹാദിഹിൽ മിൽഅഖത്തുൻ, ലിമൻ ഹാദിഹിൽ മിൽഅഖത്തു, ലിമൻ ഹാദിഹിൽ മിൽഅഖത്തു, ലിമൻ ഹാത്താനിൽ മിൽഅഖത്താനി, ലിമൻ ഹാത്താനിൽ മിൽഅഖത്താനി. 5. ഇഖ്റഅ അൽ-കലിമാത്തിൽ ആതിയ വക്തുബ്ഹ മഅ ദബ്തി അവാഖിരിഹ. ചുവടെ കൊടുത്തിരിക്കുന്ന പദങ്ങൾ വായിക്കുക, അതിന് സ്വരചിഹ്നങ്ങൾ കൊടുത്തുകൊണ്ട് എഴുതുക, പ്രത്യേക അല്ലെങ്കിൽ ഹർക്കത്തുകൾ കൊടുത്തുകൊണ്ട് എഴുതുക. മഅ ദബ്തി അവാഖിരിഹ, അവസാനത്തിലാണ് ഹർക്കത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എന്ത് വേണം, ഇവിടെ നീ ആണോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. കൽബാനി, കൽബാനി 2 നായകൾ. മക്തബാനി 2 മേശകൾ. കമീസാനി 2 ഷർട്ടുകൾ. അഖവാനി 2 സഹോദരന്മാർ. മിന്ദീലാനി 2 തുവാലകൾ. മിസ്തറത്താനി 2 റൂളറുകൾ. വഖ്താനി 2 സഹോദരിമാർ. ഇമ്രഅത്താനി 2 സ്ത്രീകൾ. സന്നിൽ കലിമാത്തിൽ ആത്തിയ. സന്നി എന്ന് പറഞ്ഞാൽ എന്താണ്? മുസന്നയാക്കുക, ദ്വിവചനം ആക്കുക. സയ്യാറത്തുൻ, സയ്യാറത്താനി. തബീബത്തുൻ, തബീബത്താനി. വലതുൻ, വലദാനി. ലുഗത്തുൻ, ലുഗത്താനി. സദീഖുൻ, സദീഖാനി. സദീഖുൻ സുഹൃത്ത്, ലുഗത്തുൻ ഭാഷ, സദീഖുൻ സുഹൃത്ത്. സദീഖാനി. താജിറുൻ കച്ചവടക്കാരൻ, താജിറാനി. മിൽഅഖത്തുൻ സ്പൂൺ, മിൽഅഖത്താനി. മുദർരിസുൻ അധ്യാപകൻ, മുദർരിസാനി. ബാബുൻ വാതിൽ, ബാബാനി. ഇസ്മുൻ നാമം അല്ലെങ്കിൽ പേര്, ഇസ്മാനി 2 പേര്. ഹാദ, ഹാദാനി. ഹാദിഹി, ഹാത്താനി. അൽ കലിമാത്തുൽ ജദീദത്തു, അൽ കലിമാത്തുൽ ജദീദത്തു. കം, കം എത്ര, പുതിയ വാക്കാണ്. കമ്മിന് ശേഷം വരുന്നത് എന്താണ്? തമീസ് എന്നാണ് പറയുന്നത്. കം വലദൻ. കമ്മിന് ശേഷം വരുന്ന നാമത്തിന് ഫത്തഹായിരിക്കും വരേണ്ടത്. അപ്പോൾ അത് ഏകവചനത്തിലായിരിക്കും വരിക, ഫത്തഹ് തൻവീനായിരിക്കും വരിക. അൽ ഈദു ആഘോഷം അല്ലെങ്കിൽ പെരുന്നാൾ. അൽ അജലത്തു, അൽ അജലത്തു ടയർ. ജംഅ് അജലാത്ത്, അതിന്റെ ബഹുവചനം. അജലത്തിൻ സ്ത്രീലിംഗത്തിലെ താ വന്നാൽ ആത്തിൻ ആക്കുമ്പോഴെന്തായി? അതിന്റെ ബഹുവചനമായി. അൽ ഹയ്യു ഡിസ്ട്രിക്റ്റ്, അഹ്യാ ഡിസ്ട്രിക്റ്റുകൾ. റിയാലു റിയാൽ, അതിന്റെ ബഹുവചനം റിയാലാത്തുൻ, റിയാലാത്തുൻ. കേട്ടോ, അവിടെ ആത്തുൻ വരും, പക്ഷെ ഏകവചനത്തിൽ തായില്ല. റകഅത്തു താവുള്ളതാണ്, അതുകൊണ്ട് ബഹുവചനം വരുമ്പോൾ എന്തായി? ആത്തുൻ ചേർത്താൽ ബഹുവചനം. റകഅത്തുൻ, റകഅത്ത് നമുക്ക് റകഅത്ത്, റകഅത്തുൻ. അൽ മിസ്തറത്തു റൂളർ. അൽ മസാതിറു എന്നതാണ് അതിന്റെ ബഹുവചനം. മിസ്തറത്തുൻ ജംഉഹു മസാതിറു. അപ്പോ ഈ ലെസന്റെ തീം വളരെ സിമ്പിൾ ആണ്. കമ്മിന് ശേഷം വരുന്ന പദത്തിന് തമീസ് എന്നാണ് പറയുന്നത്. ടെക്നിക്കൽ വാക്കുകൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് വേണ്ടി മാത്രം പറയുന്നതാണ്. കാരണം നമ്മുടെ സ്റ്റുഡൻസിന്റെ റേഞ്ചിൽ പല റേഞ്ചിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ തുടക്കത്തിലുള്ളവരെന്ത് ചെയ്യുക? ടെക്നിക്കൽ വാക്കുകൾ ഒഴിവാക്കിയാണ് പഠിക്കേണ്ടത്. അതേസമയം അഡ്വാൻസ് ആയിട്ട് പഠിക്കുന്ന ആൾക്കാർ, നമ്മുടെ അണ്ടർസ്റ്റാൻഡ് ഖുർആന്റെ കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട്. ദ്വിവത്സര ഡിപ്ലോമ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം
ഇത് മനസ്സിലാക്കി നല്ലതാണ്. ടെക്നിക്കൽ വാക്ക് പ്രാരംഭക്കാരെ സമയത്തോളം ടെക്നിക്കൽ വാക്ക് ഒഴിവാക്കി പഠിക്കുന്നതാണ് നല്ലത്. അപ്പൊ കമ്മിന് ശേഷം വരുന്ന തമീസ് എന്ന് പറയും. അതാണ്. അപ്പൊ ആ തമീസ് അഥവാ കമ്മിന് ശേഷം വരുന്ന പദം ഏകവചനമായിരിക്കും, 10 തൻവീനിലായിരിക്കും വരിക, അതിന് അൽ ഉണ്ടാവുകയില്ല. അപ്പൊ അതാണ് കമ്മിന്റെ പ്രയോഗമാണ് നമ്മൾ പഠിച്ചത്. അതേപോലെ ദ്വിവചനം പഠിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞത് അടുത്ത പാഠവുമായി മെർജ് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ ഇത് ഇത്രയും ഉറപ്പിക്കണം. നമ്മൾ പല പ്രാവശ്യം വായിച്ച് ദ്വിവചനത്തിന്റെ സംഗതികൾ ഉറപ്പിക്കുക. ദ്വിവചനം വരുമ്പോൾ ദ്വിവചനത്തിന്റെ അടിസ്ഥാനം എന്താണ്? ആനി എന്നാണ്. ഐനി അല്ല, ആനിയാണ് ദ്വിവചനത്തിന്റെ അടിസ്ഥാനം. അതാണ് പറഞ്ഞത്. അഹുൻ, അഹവാനി. അഹുൻ എഴുതുമ്പോഴത്തേക്ക് അഹുൻ എന്ന് പറയുമ്പോൾ അതിൽ വാവ് കാണില്ല. പക്ഷേ ദ്വിവചനം വരുമ്പോൾ അഹവാനി എന്നാണ് വരിക. അപ്പൊ അതേപോലെ ചില ചെറിയ പുതിയ സംഗതികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എനി മോർ ക്വസ്റ്റ്യൻസ്? ഇടയ്ക്ക് പവർ ഫെയിലിയർ ഉണ്ടായി ഇതിന്റെ നെറ്റ് കണക്ഷനിൽ. അതാണ് നമുക്ക് സംഭവിച്ചത്. പക്ഷേ ആരെങ്കിലും പോയിപ്പോയോ എന്ന് എനിക്കറിയില്ല. ഇന്ന് ഈ ക്ലാസ് തീർക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നുകൊണ്ടാണ് റീകണക്ട് ചെയ്തത്. അത്രയും സമയം എടുത്ത് റീകണക്ട് ചെയ്തത്. ഓക്കെ, ഡൗട്ടുകളില്ലെങ്കിൽ നമുക്ക് ഉപസംഹരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുകൂടൽ നല്ല ഒരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. അവന്റെ കലാമിന്റെ ഭാഷ പഠിക്കാൻ വേണ്ടിയാണ് നാം ഒരുമിച്ച് കൂടിയത്. അള്ളാഹുവിന്റെ കലാമിന്റെ ഖുർആന്റെ ഭാഷ ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഇതിന് പ്രാധാന്യം കൊടുക്കുന്നത്. അതിനുവേണ്ടി ഒരുപാട് സമയവും അധ്വാനവും പണവും ഒക്കെ ചെലവഴിക്കുന്നു. അള്ളാഹു ഇതെല്ലാം നമ്മുടെ പണവും അധ്വാനവും സമയവും ഒക്കെ അള്ളാഹു സാലിഹായ കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അതിന് പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ നെറ്റ് ബ്രേക്ക് ഉണ്ടായിട്ടും സാവധാനം അല്ലെങ്കിൽ സമാധാനത്തോടുകൂടി ക്ഷമിച്ചിരുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കമ്മിന് ശേഷം വരുന്ന പദം തമീസ് എന്നാണ് വരുന്നത്. തമീസ് അത് നമ്മൾ ഇവിടെ ചോദ്യത്തിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ ചോദ്യം, എക്സസൈസിലെ മൂന്നാമത്തെ മെയിൻ ചോദ്യം, എക്സസൈസിലെ ക്വസ്റ്റ്യൻ മുഖ്യ ചോദ്യം 3. യഖ്റ ഇൽ അംസിലത്ത, 102-ാമത്തെ പേജിൽ. യഖ്റ ഇൽ അംസിലത്തിൽ യഖ്റ ഇൽ അംസിലത്തൽ ആതിയത സുമ്മ ളഅ ഫിൽ ഫറാഇ ഫീമാ യലി തംയീസൻ ലി കം. കമ്മിന് തമീസ് ചേർക്കുക എന്നാണ് പറഞ്ഞത്. വദ്ബിത് ആഖിറഹു. അപ്പോ തമീസ് എന്നാണ് പറയുക. മറ്റെന്തെങ്കിലും ക്വസ്റ്റ്യൻ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങൾ സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. അതോടൊപ്പം നാം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ മാറ്റിത്തരുമാറാകട്ടെ. ഈ പ്രയാസങ്ങൾക്കിടയിലും തൽപര കക്ഷികൾ ന്യൂനപക്ഷങ്ങൾക്കും മുസ്ലിങ്ങൾക്കും എതിരെ, അല്ലെങ്കിൽ അവരെ ഏതെല്ലാം നിലയ്ക്ക് പാർശ്വവൽക്കരിക്കാമോ, ഏതെല്ലാം നിലയ്ക്ക് ബുദ്ധിമുട്ടിക്കാമോ എന്നൊക്കെ ഉള്ള ആ നിലയ്ക്കെല്ലാം ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അല്ലാഹു അത്തരം പ്രയാസങ്ങളിൽ നിന്നെല്ലാം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഈ നാട് ഭരിക്കുന്നവർക്ക് സത്യവും ധർമ്മവും നീതിയും അനുസരിച്ച് ഭരിക്കാനുള്ള സന്മനസ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ക്ലാസിന്റെ ഉപസംഹാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നാം.